وأحسن منك لم ترى قط عيني. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദം നബിയുടെ 49-ാമത്തെ പുത്രനായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂജാതനാകുമ്പോൾ ആമിന ബീവിക്ക് ഒരിറ്റ് നോവറിയാത്ത പൂർണ്ണ സുഖപ്രസവമായിരുന്നു. അന്നേരം അബ്ദുൽ മുത്തലിബ് കഅബയുടെ ചാരത്ത് തവാഫിലായിരുന്നു. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിലൂടെ തനിക്കൊരു പേരമകൻ പിറന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അബ്ദുൽ മുത്തലിബ് അറിഞ്ഞതും അബ്ദുൽ മുത്തലിബ് ഓടിച്ചെന്ന് കുഞ്ഞിനെ വാരിപ്പുണർന്നു കഅബാലയത്തിൽ കൊണ്ടുപോയി മുഹമ്മദ് എന്ന് നാമകരണം ചെയ്തു. ഇത് മക്കക്കാർക്കിടയിൽ സംസാരമായി. നമ്മുടെ പിതാമഹന്മാരിൽ ആർക്കുമില്ലാത്ത, മറ്റൊരാൾക്കും കാണാത്ത ഈ നാമം നിങ്ങൾ എന്തിന് തിരഞ്ഞെടുത്തു എന്ന ചോദ്യങ്ങളും സംശയങ്ങളും ജനങ്ങളിൽ നിന്ന് ഉടലെടുത്തപ്പോൾ അബ്ദുൽ മുത്തലിബ് മറുപടി പറഞ്ഞു, ഈ കുഞ്ഞ് ഭാവിയിൽ സർവ്വരാലും വാഴ്ത്തപ്പെടുന്നവനാകുമെന്ന്. കുഞ്ഞു പിറന്ന സന്തോഷത്തിൽ അബ്ദുൽ മുത്തലിബ് ഒരു ഒട്ടകം മറുത്ത് നാട്ടുകാർക്ക് വലിയൊരു സദ്യ ഒരുക്കി. തൻ്റെ സഹോദരപുത്രൻ്റെ പിറവിൽ സന്തോഷിച്ചുകൊണ്ട് പിതൃവ്യൻ അബൂലഹബ് തൻ്റെ അടിമയായിരുന്ന സുവൈബത്തുൽ അസ്ലമിയ എന്ന സ്ത്രീയെ മോചിപ്പിച്ചു. ഇതിൻ്റെ ഫലമായി ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്തിരുന്നിട്ട് പോലും നരകത്തിൽ വച്ച് തിങ്കളാഴ്ച ദിവസങ്ങളിൽ അബൂലഹബിന് കൈവിരലുകൾക്കിടയിൽ നിന്നും ദാഹജലം ലഭ്യമാകുന്നു. സങ്കടകരം എന്ന് പറയട്ടെ, ചില നവീനവാദ പ്രസ്ഥാനങ്ങളിൽപ്പെട്ടു പിഴച്ചുപോയ ചില സാധു മനുഷ്യർ തിരുപ്പിറവി ആഘോഷിക്കുന്നതിൽ നിന്ന് പുറംതിരിഞ്ഞ് മുത്തുനബിയുടെ മുഹബ്ബുകളായ മുഅ്മിനുകളെ പരിഹസിച്ചും ആക്ഷേപിച്ചും നടക്കുന്നു. അല്ലാഹു അവർക്ക് നേർവഴി നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.